എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഏറ്റവും കാൽനൂറ്റാണ്ടിലേറെയായി മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കപ്പെടുകയും ചെയ്യുന്ന പുസ്തകമായിരുന്നു ഒരു സങ്കീർത്തനം പോലെ. അതിലേക്ക് വരാം. അതിന് പ്രചോദകമായ ഒരു കാലത്തിലേക്ക് നമുക്ക് അത് പ്രേക്ഷകർക്കും കൂടെ വേണ്ടിയിട്ടൊന്ന് നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് അത് സമാനമായി ഒരു പക്ഷേ നമ്മൾ വേറെ എന്തെങ്കിലും വിശ്വാസ പ്രമാണങ്ങളിൽ പറഞ്ഞാലും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു വസ്തു തന്നെയാണ്. അതിനകത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് അതിനകത്ത്. അത് ഞാൻ പെരുമ്പടവത്ത് എൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാലത്താണ് ദസ്തയേവ്സ്കിയുടെ കുറ്റവിശിക്ഷയും ഞാൻ വായിക്കുന്നത്. അത് എൻ്റെ അതുവരെയുള്ള കഥാസങ്കല്പങ്ങളെ മുഴുവൻ തകിടം മറിച്ച് കളഞ്ഞു. മനുഷ്യ മനസ്സാണ് ഒരു വലിയ മഹാപ്രപഞ്ചമായി ഈ വരുന്നത് എന്ന് ദസ്തയേവ്സ്കി എനിക്ക് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഏത് കഥാപാത്രത്തെക്കാളും മിഴിവുള്ളൊരു കഥാപാത്രമാണ് ഈ കഥാകൃത്തെന്ന് എനിക്ക് തോന്നി, ദസ്തയേവ്സ്കി. അപ്പോൾ ദസ്തയേവ്സ്കിയുടെ ജീവിതം വെച്ച് ഒരു നോവൽ എഴുതിയാലോ എന്ന് പെട്ടെന്ന് ഒരു തോന്നൽ അതൊരു വെളിപാട് പോലെ സംഭവിച്ചതാണ്. അതുവരെ ഞാനങ്ങനെ ആഗ്രഹിച്ചിരുന്നതല്ല നോവൽ എഴുതണമെന്ന്. അപ്പോൾ അതങ്ങനെ എഴുതാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണത് കഴിഞ്ഞ്. ആ കാലത്ത് ഞാൻ ഇവിടെ ദുബായിക്ക് പോകുന്നു. എൻ്റെ സ്നേഹിതന്മാരവിടെ ഒരു സമ്മേളനത്തിൽ വിളിച്ചിട്ട് ദുബായിക്ക് പോകുന്നു. അവിടെ എൻ്റെ സ്നേഹിതന്മാർ ഗോഫർ ഖാൻ കുന്നുകളുടെ താഴെയുള്ള ആ സമുദ്രതീരത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്നെ കൊണ്ടുപോയ സ്നേഹിതന്മാരൊക്കെ അവിടെ അവർ വേറെ എന്തോ ഈ ചായ കുടിക്കാനോ ലഘുപാനീയങ്ങൾ കഴിക്കാനോ ഒക്കെ ആയിട്ട് പോകുമ്പം ഞാൻ അവിടെ ദൂരെ മാറി ഒരു തണൽ മരത്തിൻ്റെ ഈന്തപ്പനയുടെ ചുവട്ടിൽ നിൽക്കുന്നു. അപ്പോൾ ദൂരെ കടന്നു പോകുന്ന ഒരപ്പൂപ്പനും ഒരു ചെറുമകനുമുണ്ട്. എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ആ അപ്പൂപ്പൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ടാണ് ഒരു കുട്ടി, ഒരു 3-4 വയസ്സ് കാണും. അവൻ്റെ വേപ്പൽ മാറിയിട്ടില്ല. അവൻ അപ്പൂപ്പൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവനെ കരുതലോടുകൂടി ചേർത്ത് പിടിച്ചിട്ടാണ് അപ്പൂപ്പന് നടക്കുന്നത്. ഈ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി ഈ കുട്ടി എങ്ങനെയോ യാദൃശ്ചികമായി എന്നെ കാണുന്നു. ഒരു നിമിഷം അവൻ നോക്കി നിന്നിട്ട് അവൻ്റെ അപ്പൂപ്പൻ്റെ കൈ പിടിച്ചിട്ട് ഓടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിന്മേൽ തൊട്ടു. ഒരു ഇളം കുരുന്ന്, ഒരു ശോശനപ്പൂവിൻ്റെ സ്പർശം പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അപ്പോഴേക്കും ഈ അപ്പൂപ്പൻ ഈ കുട്ടിയുടെ പുറകെ ഓടി വന്നു, എൻ്റെ അടുത്ത് വന്ന് കുട്ടിയെ ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ നേരെ നോക്കി ചിരിച്ചു. അപ്പോൾ ഞാൻ ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു മലയാളിയാണ്, കേരളത്തിൽ നിന്നാണ്, എൻ്റെ ഭാഷ മലയാളമാണ് എന്നൊക്കെ അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്, റിട്ടയർ ചെയ്ത ആളാണ്. ലിറ്ററേച്ചറായിരുന്നു അദ്ദേഹത്തിൻ്റെയും സബ്ജക്റ്റ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ എന്താ എഴുതുന്നത് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു നോവൽ എഴുതാനുള്ള ആലോചന ഉണ്ട്, ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ സാറിന് മനസ്സിലാകും, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും സാറിനറിയാം എൻ്റെ നോവലിൻ്റെ പ്രമേയം ദസ്തയേവ്സ്കിയുടെ ജീവിതമാണെന്നത്. അപ്പോൾ പുള്ളി എന്നെ ഒന്ന് നോക്കി. ദസ്തയേവ്സ്കിയുടെ ജീവിതം വെച്ച് നോവൽ എഴുതാൻ പുറപ്പെട്ട ഒരാളോ എന്നായിരിക്കും ചിലപ്പോൾ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ആ അത്ഭുതഭാവം മാറ്റിവെച്ചിട്ട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നോട് പറഞ്ഞു, എഴുത്, ധൈര്യമായിട്ട് എഴുത്. ആ നോവൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പോകും, അതിനത്ര പ്രസിദ്ധി ഉണ്ടാകും, ധൈര്യമായിട്ട് എഴുത്, മടിച്ചു നിൽക്കരുത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് യാത്ര പറഞ്ഞ് ഈ കുട്ടിയെയും പിടിച്ചങ്ങ് പോയി. അപ്പോൾ ഈ അപ്പൂപ്പനും ഈ ചെറുമകനും ദൂരെ ആൾക്കൂട്ടത്തിനിടയിൽ മറയുന്നത് വരെ ഞാൻ നോക്കി നിന്നു.